നമ്മുടെ സംസ്ഥാനത്തുള്ള 70,000-ഓളം വരുന്ന ഹോട്ടലുകൾ അവയെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. പകുതിയോളം ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ബാക്കിയുള്ളവർ മെനു പരിഷ്കരിച്ച് താൽക്കാലികമായി പ്രവർത്തിച്ചു പോരുകയാണ്. ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഇവ മാത്രമല്ല ബേക്കറികൾ, തട്ടുകടകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഇവയ്ക്കെല്ലാം ഇന്ധനച്ചെലവ് വല്ലാതെ ഉയരുകയാണ്. ഇത് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിക്കാനിടയാക്കും. സർ, ഇതും നാട്ടിലെ സാധാരണക്കാരെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഓർഡിനറി സ്വകാര്യ ബസ്സുകൾ, നമ്മുടെ KSRTC ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലാകാനാണ് പോകുന്നത്. പ്രതിദിനം 400 മുതൽ 450 കിലോ ലിറ്റർ വരെ ഡീസൽ ഉപയോഗിക്കുന്ന KSRTCയുടെ സാമ്പത്തിക ഭദ്രതയെ ഈ വിലവർദ്ധനവ് തകിടം മറിക്കാനാണ് പോകുന്നത്. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ജൂൺ 1 മുതൽ ടിക്കറ്റ് നിരക്കിൽ കുറഞ്ഞത് 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനു പുറമെ പ്രതിദിനം 70 മുതൽ 110 ലിറ്റർ വരെ ഡീസൽ ഉപയോഗിക്കുന്ന സാധാരണ സ്വകാര്യ സ്റ്റേജ് കാരിയറുകൾ അവയും നിരക്ക് വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ആവശ്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇന്ധനവില മാത്രമല്ല ഓയിൽ, ടയർ ഇവയുടെയെല്ലാം വില വിപണിയിൽ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഗ്രീസിന് മാത്രം കിലോഗ്രാമിന് 60 രൂപയോളം കൂടിയിരിക്കുകയാണ്. ഓട്ടോ ടാക്സി മേഖലയും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സർ, ഈ ഭാരമെല്ലാം വന്ന് വീഴാൻ പോകുന്നത് സാധാരണക്കാരുടെ തലയിലാണ്. സർ, ഇവിടെ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോൾ, ഡീസൽ നികുതി നിരക്ക് കൂട്ടിയിരുന്നില്ല എന്ന കാര്യം ഓർക്കണം. 2018 LDF സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതി കുറക്കാൻ തയ്യാറായി. അതിൻ്റെ ഭാഗമായി 509 കോടി രൂപയുടെ നികുതി ഇളവ് അന്ന് ജനങ്ങൾക്ക് ഒറ്റയടിക്ക് നൽകുകയും ചെയ്തു. സർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ, ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.